എയർപോർട്ടിൽ നിന്ന് അനുമോള് വീട്ടിലേക്ക് വരുന്ന വഴി ഭയങ്കര സ്വീകരണങ്ങളൊക്കെയായിരുന്നു. ചെന്നൈയിൽ മുതലേ സ്വീകരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അനുമോളുടെ സിസ്റ്ററും കാര്യങ്ങളൊക്കെ അവിടെ പോയി ചെന്നൈയിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരുമിച്ചാണ് അവർ വരുന്നത്. നാട്ടിലാണെങ്കിലും ഭയങ്കര സ്വീകരണമൊക്കെ ആയിരുന്നു. എന്നാൽ എൻ്റെ കണ്ണിൽ പെട്ടത് അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായോ എന്ന് തോന്നിപ്പോയൊരു സംഭവമാണ്. എയർപോർട്ടിൽ നിന്ന് അനുമോള് വരുന്നു, സൺറൂഫൊക്കെ ഓപ്പൺ ചെയ്ത് മുകളിലാണ് നിൽക്കുന്നത് കേട്ടോ. ആള് കഴുത്തിൽ മാലയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കയ്യിൽ ബിഗ് ബോസിൻ്റെ ട്രോഫി ഉണ്ട്. ഇത് പിടിച്ച് വരുമ്പോൾ അനുമോൾ എല്ലാവർക്കും ഹായ് 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 എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് എല്ലാവരോടും ഇതാക്കുന്നുണ്ട്. ആ സമയത്താണ് ഒരു ചേച്ചി അനുമോളുടെ കണ്ണിൽ പെട്ടത്. ആ ചേച്ചിയെ പെട്ടെന്ന് കണ്ടു, പിന്നെ കാണില്ല. കാറാണെങ്കിൽ ഇങ്ങനെ പതിയെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ചുറ്റും ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ആ ചേച്ചി ബാക്കോട്ട് പോയി, കാരണം കാറ് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ആ ചേച്ചി ഇങ്ങനെ ബാക്കോട്ട് പോകും. ആ ചേച്ചിയുടെ കയ്യിൽ എന്തൊക്കെ അനുമോൾ കണ്ടു. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളോട് പറയുന്നുണ്ട് നിർത്ത് നിർത്ത് നിർത്ത്, ദേ ആ ചേച്ചി ഉണ്ട്, അവരോടൊക്കെ പറയുന്നുണ്ട് ആ ചേച്ചി ഒന്ന് വിളിക്കുമോ, ആ ചേച്ചിനെ ഒന്ന് വിളിക്കുമോ എന്ന്. അപ്പോൾ വണ്ടിയാണെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, നിർത്തുന്നില്ല. അപ്പോൾ അനുമോളോ നമ്മളെ ബിഗ് ബോസ് വീടിനകത്ത് എങ്ങനെയായിരുന്നു ഒച്ചപ്പാട് ഉണ്ടാക്കില്ലേ, അതേപോലെ തന്നെ ചേട്ടാ ഒന്ന് നിർത്താനല്ലേ പറഞ്ഞത്, നിർത്ത് ചേച്ചി ഒന്ന് വിളിക്കൂ, ചേച്ചി ഒന്ന് വിളിക്കൂ, ചേച്ചി വാ വാ എന്ന് പറഞ്ഞ് ചേച്ചി വിളിക്കുന്നു. ആ ചേച്ചി ആണെങ്കിൽ എന്തൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്, എന്തൊരു ചെറിയൊരു പാക്കറ്റ് ചേച്ചിയുടെ കയ്യിലുണ്ട്. അത് അനുമോളുടെ കൈ കൊടുക്കുന്നു. എന്നിട്ട് ഒരു ക്രൗണൊക്കെ അനുമോളുടെ തലയിലെടുത്ത് വെക്കുന്നു. അത് കഴിഞ്ഞ് ആ ചേച്ചിയുടെ കയ്യിൽ പിടിച്ചിട്ട് ഉമ്മ കൊടുക്കുന്നു. ആ സമയത്ത് കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ അനുമോള്. ആ ചേച്ചി വാ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഒരു ഉമ്മ കൊടുക്കുന്നു. ആൾ റിയൽ ആയിട്ടാണ് വീട്ടിൽ നിന്നത്. വീട്ടിൽ എങ്ങനെയാണോ കാണിച്ചത് അതേപോലെ തന്നെയാണ് അനുമോൾ പുറത്തിറങ്ങി കാണിക്കുന്നത്. നിർത്തോ ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടനൊക്കെ ചീത്തയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരോടും സ്നേഹമൊക്കെ കണ്ടിട്ട് അനുമോൾ അവിടെ കരച്ചിലൊക്കെ വരുന്നുണ്ട്. അതുപോലെ എല്ലാവരോടും ഒരാളെ പോലും വെറുപ്പിക്കാണ്ട് എല്ലാവരോടും, ചിലവരൊക്കെ ഉണ്ട് ഇങ്ങനെ ഫാൻസിനെ കണ്ടിട്ട് പ്രൈവസിയിൽ ഇടപെടല്ലേ, ഞങ്ങൾക്കൊരു പേഴ്സണൽ സ്പേസ് തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലരൊക്കെ ഇങ്ങനെ ആരാധകരെ കണ്ടിട്ട് ഇങ്ങനെ മാറ്റി നിർത്തുമായിരുന്നു. എന്നാൽ അനുമോളുടെ കൂടെയുള്ളവർ അങ്ങനെയല്ല കേട്ടോ. ഇങ്ങനെ വാ എല്ലാവരെയും ഒരാളെ പോലും മിസ്സായിട്ടില്ല. എല്ലാവരും ചേട്ടാ അനുമോളെ എന്നൊക്കെ വിളിക്കുമ്പോൾ എന്തോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ട്. ഇത് ജനങ്ങൾ വിജയിപ്പിച്ചതാണ്. അപ്പോൾ ജനങ്ങൾക്കാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതങ്ങനെ ജനങ്ങൾക്ക് വാല്യൂ കൊടുത്തുകൊണ്ട് ഭയങ്കര സ്നേഹം. ഇത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടാണെങ്കിലോ വീട്ടിൽ ചുറ്റും ആൾക്കാർ. അനുമോൾ തന്നെ ഞെട്ടിപ്പോയി, എൻ്റെ വീട്ടിൽ ഇത്ര ആൾക്കാരോ, നിറച്ചു ആൾക്കാർ. എൻ്റെ വീടിനകത്ത് എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോൾ അനുമോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് എൻ്റെ വീട്ടിൽ ചെല്ലണം, എൻ്റെ വീട്ടിൽ എല്ലാവർക്കും എന്നോട് ആത്മാർത്ഥ സ്നേഹം ഉണ്ടാകും, എനിക്ക് വീടിനകത്തേക്ക് കയറിയിട്ട് വാതിലടച്ച് എനിക്ക് എല്ലാവരെയും കെട്ടിപ്പിടിച്ച് കയറണം, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ വീടിനകത്ത് അനുമോളെ കാത്തിരുന്നത് ഒരുപാട് ക്യാമറ കണ്ണുകളാണ്. വീടിനകത്തും പുറത്തും ഒക്കെ ഇങ്ങനെ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നവരുണ്ട്, ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നവരുണ്ട്, മീഡിയാസ് ഉണ്ട്. ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അത് കണ്ട് അനുമോൾ ഞാൻ ഞെട്ടിപ്പോയി. വീടിനകത്തൊക്കെ കയറി ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വന്നു. അതിൻ്റെ ഇടയിൽ ചില ഡിസ്കഷനൊക്കെ ഉണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അത് കഴിഞ്ഞ് അമ്മയുടെ സ്നേഹമാണ് കേട്ടോ. അമ്മ ഭക്ഷണം, അപ്പം അനുമോൾ പറയുന്നു എനിക്ക് മീൻ കറി കഴിക്കാൻ തോന്നുന്നു, മീൻ വറുത്തത്, അതുപോലെ മീൻ വറുത്തതും ഒക്കെ കൂട്ടി അമ്മ ചോറ് വായിൽ വെച്ച് കൊടുക്കുന്നു. ഒരു പക്ഷേ അതൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം വരും കേട്ടോ. അത് ഇല്ലാത്തവർക്കാണ് അതിൻ്റെ ഒരു സങ്കടം വരിക, വിഷമം ഉണ്ടാവുക. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നലെ. ഭയങ്കര സ്നേഹപ്രകടനമാണ്. അതൊക്കെ മീഡിയാസൊക്കെ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഭയങ്കര ഹാപ്പിയായിട്ട് എത്രത്തോളം ആ കുട്ടി വീടിനകത്ത് ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടോ, ഒറ്റപ്പെട്ടിട്ടുണ്ടോ, വിഷമിച്ചിട്ടുണ്ടോ, അതിൻ്റെ ഇരട്ടി സന്തോഷത്തിലാണ് ഇപ്പോൾ അനുമോൾ. അപ്പോൾ നമ്മുടെ അനുമോളുടെ ആഗ്രഹം അല്ലെങ്കിൽ അനുമോളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ വിശേഷങ്ങൾ അറിയാനായിട്ട് ഒരുപാട് അമ്മമാർ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ അടിയിൽ വരാറുണ്ട് കമൻറ്റുകളായിട്ട്, മോളെ എന്തൊക്കെയാണ് അനുമോളുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ആ അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്.